ഹായ്, ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന വീഡിയോ എടുക്കാം ചെയ്യാം, പക്ഷേ എഴുന്നേറ്റിരിക്കുമ്പോൾ തന്നെ തല കറക്കും. അങ്ങനെയുള്ള പ്രശ്നമായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ഇന്നെന്തായാലും എടുത്തേ പറ്റൂ എന്ന് തീരുമാനിച്ച് ക്യാമറയൊക്കെ സെറ്റാക്കി. പക്ഷേ ചെറിയ പണിയൊക്കെ തന്നെങ്കിലും കുഴപ്പമില്ല. ഒരുപാട് ദിവസമായിട്ട് വന്ന ഒരു ക്വസ്റ്റ്യനാണ്, എന്തിനാണ് ഞാൻ സെർവിക്കൽ സർക്കുലേറ്റ് ചെയ്തത്, അതായത് സെർവിക്സിൽ സ്റ്റിച്ച് ഇട്ടത് എന്തിനാണ്? എല്ലാ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീകളും അങ്ങനെ ചെയ്യണോ? അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്ത്? വെറുതെ ആരും പ്രഗ്നൻസിയിൽ ബെഡ് റെസ്റ്റ് എടുക്കില്ല. അതിൻ്റേതായ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ബെഡ് റെസ്റ്റ് എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ തുള്ളിച്ചടിക്കാൻ നടക്കാം, സന്തോഷത്തോടെ നടക്കാം. ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചത്, സെർവിക്സിൽ സ്റ്റിച്ച് ഇടുമ്പോൾ വേദനയുണ്ടോ? എനിക്കൊരു അനസ്തേഷ്യ തന്നിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്യണത് തന്നെ. അപ്പോൾ വേദന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ സമയത്ത് വേദന അറിയില്ല. പിന്നെ ബഞ്ചി ബംസ് ഉള്ള മനുഷ്യനാണ്, ചെറിയ രീതിയിലൊക്കെ വേദന. ആ സമയം എന്തായാലും വയറിന് താഴോട്ട് നമ്മളെ മരവിപ്പിച്ച് കിടത്തിയതിന് ശേഷമാണ് ആ പ്രൊസീജിയർ ചെയ്യണ. ഒരു അരമണിക്കൂർ, എനിക്കൊരു അരമണിക്കൂർ എടുത്ത്, അരമണിക്കൂർ കൊണ്ട് പെട്ടെന്ന് തീരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മരവിപ്പ് കഴിയണ സമയത്ത് വേദന ഉണ്ടായിരിക്കും. എന്നും നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയാണ്. പ്രശ്നമെന്ന് വെച്ചാൽ എനിക്ക് ഗർഭപാത്രം കട്ടി കുറവാണ്, അതായത് യൂട്രസിന് കട്ടി കുറവാണ്. അതുപോലെ സെർവിക്കൽ ലെങ്ത് കുറവാണ് എനിക്ക്. ആദ്യത്തെ സ്കാനിങ്ങിലൊന്നും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നോർമലായിട്ട് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പം പറഞ്ഞു സെർവിക്സ് ലെങ്ത് കുറവാണ്, സ്റ്റിച്ച് ഇടണം. അവരൊരിക്കലും നമ്മൾ അടിച്ചേക്കില്ലേ, സ്റ്റിച്ച് ഇട്ടേ പറ്റൂ അങ്ങനെയൊന്നും പറയില്ല. നിങ്ങൾക്ക് കുഞ്ഞിനെ വേണം, നിങ്ങൾക്ക് സന്തോഷത്തോടെ കുഞ്ഞിനെ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ഇട്ടാൽ മതി, നിങ്ങളുടെ ഇഷ്ടമാണ് എന്നേ പറയുള്ളൂ. ആരും നമ്മളെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന കാര്യമൊന്നും അല്ല ഇത്. അങ്ങനെ ആണ് സ്റ്റിച്ച് ഇട്ടത്. സ്റ്റിച്ചിട്ട് കഴിഞ്ഞാൽ ഫുൾ ബെഡ് റെസ്റ്റാണ്. സ്റ്റിച്ചിട്ട് കഴിഞ്ഞ് ജോലിക്ക് പോകുന്നവരുണ്ട്, അതുപോലെ വീട്ടു ജോലികൾ എടുക്കുന്നവരുണ്ട്, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നോക്കുന്നവരും ഉണ്ട്. ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ വെച്ച് ഡോക്ടർ പറയും, കുഴപ്പമില്ല, നിങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാം, ജസ്റ്റ് എണീറ്റിരിക്കാം അങ്ങനെയൊക്കെ പറയും. പക്ഷെ ചിലർക്ക് ഒരേ കിടപ്പ് കിടക്കുക, എനിക്കങ്ങനെയാണ്. ഒരേ കിടപ്പ് കിടന്നിട്ട് ഫുഡ് കഴിക്കുന്ന സമയം മാത്രമേ എഴുന്നേറ്റിരിക്കാൻ പറ്റും. ഇപ്പോൾ എഴുന്നേറ്റാണ് ഇരിക്കുന്നത്, പോട്ടെ, കുറച്ച് സമയം ഫുഡ് കഴിക്കുമ്പോൾ മാത്രം എഴുന്നേറ്റിരിക്കാം എന്നേ എനിക്ക് പറഞ്ഞിട്ടുള്ളൂ. ഫുൾ ബെഡ് റെസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനോക്സോപാരൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ എനിക്കിപ്പോൾ തുടയിലെടുക്കുന്നുണ്ട്. നമുക്ക് മസിലിലാണ് എടുക്കുന്നത്. കയ്യിൽ വേണമെങ്കിൽ കയ്യിലെടുക്കാം, തുടയിൽ വേണമെങ്കിൽ തുടയിലെടുക്കാം, വയറിൽ വേണമെങ്കിൽ വയറിലും എടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. എനിക്ക് കയ്യിൽ ചത കുറവായതുകൊണ്ട് ഞാൻ തുടയിലാണ് എടുക്കുന്നത്. തുടയിൽ എടുത്തെടുത്ത് സ്ഥലം തീർന്നു. അപ്പോൾ ഇനി വയറിലോട്ട് തുടങ്ങണം. ഒരു കുഞ്ഞ് ഇഞ്ചക്ഷൻ ഉണ്ട്, അപ്പോൾ അത് ഒരു കിടപ്പ് കിടക്കണമുണ്ട് എടുക്കുന്നതാണ്. അതായത് ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം കായും കാലും നന്നായിട്ട് അനങ്ങണില്ലല്ലോ, അതുകൊണ്ട് എടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ്. സെർവിക്സ് സ്റ്റിച്ച് എപ്പോഴാണ് ഇടുന്നത്? അതായത് എനിക്കിട്ടത് 3 മന്ത്സിലാണ് എനിക്കിട്ടത്. പ്രഗ്നൻ്റ് ആയി അറിഞ്ഞ് അത് കഴിഞ്ഞൊരു 3 മാസം ആയപ്പോഴാണ് എൻ്റെ അടുത്ത് സ്റ്റിച്ച് ഇടാൻ പറഞ്ഞത്, ഞങ്ങളിട്ടതും. ഇപ്പം അതുപോലെ തന്നെ അവർ പറഞ്ഞതുപോലെ തന്നെ അതേ രീതിയിൽ ബെഡ് റെസ്റ്റ് എടുത്ത് അങ്ങനെ പോകണം. വലിയ പ്രശ്നങ്ങളില്ല. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് ഇൻഫെക്ഷനോ കാര്യങ്ങളോ വരരുത്. അതുകൊണ്ട് നിറച്ച് വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ ഫുഡ് നല്ലപോലെ നോക്കണം. കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ്, നമ്മളെ അനസ്തേഷ്യ എടുക്കുമ്പോൾ വേദനയുണ്ടോ എന്നുള്ളത്. വേദനയുണ്ടോയെന്ന് ചോദിച്ചാൽ അതിൻ്റെ നീഡിലെന്ന് പറയുന്നത് ഭയങ്കര കുഞ്ഞാണ്. കുഞ്ഞെന്ന് വെച്ചാൽ ഈ നൂലിൻ്റെ അത്രയും ഭയങ്കര കുഞ്ഞായിട്ടുള്ള നീഡിലാണ്. അപ്പം ഈ പണ്ടുള്ള അമ്മമ്മമാർ നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ച് നട്ടെല്ലാണ് ഇഞ്ചക്ഷൻ വയ്ക്കുന്നത്, അത് ആ എല്ലിലാണ് കുത്തുന്നത്. എല്ലിലൊന്നും അല്ല കുത്തുന്നത്. വേദന ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു വേദനയുണ്ട്. അത് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴുള്ള ആ വേദനയൊന്നും അത്ര വേദനയൊന്നുമില്ല. നമുക്ക് ബട്ടക്സിൽ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ കയ്യിൽ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴോ ഒക്കെ ഉള്ള വേദനയൊന്നുമില്ല. ഒരു കുഞ്ഞു വേദനയാണ്. അത് പെട്ടെന്ന് തന്നെ അവർ ഇഞ്ചക്ഷൻ തരും. ഉടനെ തന്നെ നമ്മുടെ വയറും മുതൽ കാല് മൊത്തം മരവിക്കുകയാണ്. അത് ഉടനെ ഒരു ചെറിയ സമയം കൊണ്ട് അത് തീരുന്ന ഒരു കാര്യമാണ്. അതൊരു ആനക്കാര്യമൊന്നുമല്ല. അനസ്തേഷ്യ സൂചി പേടിയാണ്. നട്ടെല്ലല്ലേ വെക്കണേ, നട്ടലിൻ്റെ എല്ലിലൊന്നും അല്ല വെക്കുന്നത്. അത്രയ്ക്കുള്ള വേദനയൊന്നുമില്ല. ആരോഗ്യമോ പറഞ്ഞ് പേടിപ്പിച്ചതാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ എന്തായാലും ഇല്ല. ഇത്രയാണ് എൻ്റെ സ്റ്റോറി. സെർവിക്കൽ സർക്കുലേജ് ഒരുപാട് പേര് ചോദിച്ച്. സെർവിക്കൽ സ്റ്റിച്ച് എന്നല്ല പറയണത്. നോർമലി നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സെർവിക്കൽ സ്റ്റിച്ച് ഇട്ടു എന്ന് പറഞ്ഞത്, അല്ലാതെ സെർവിക്കൽ സർക്കുലേജ് എന്നാണ് ആ പ്രൊസീജിയറിൻ്റെ പേര്. അപ്പം ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ പേടിക്കേണ്ട, ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ അടുത്ത് ചോദിച്ചവർക്ക് ഞാൻ ധൈര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. കാര്യം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതൊന്നും നമ്മൾ അറിയാതെ ചെയ്യണം. നമ്മൾ പറഞ്ഞല്ലോ, മരവിപ്പിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് വേദനയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞിട്ട് വേദനയൊന്നുമില്ല. എനിക്ക് സെക്കൻഡ് പ്രഗ്നൻസി ഇപ്പോൾ അടുപ്പിച്ചായതുകൊണ്ട് കുറച്ച് ദിവസം വേദന ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ
ആദ്യത്തെ പ്രഗ്നൻസി സ്റ്റിച്ച് ഇട്ടപ്പോൾ വേദനയൊന്നുമില്ല. അവിടെ ഹോസ്പിറ്റലിലായിരുന്നു. വേദനയൊക്കെ മാറിയതിന് ശേഷമേ നമ്മളെ വീട്ടിലോട്ട് വിടുകയുള്ളൂ. എല്ലാ മരുന്നുകളും തന്നതിന് ശേഷം ഒരു വീട്ടിലോട്ട് വിടുകയുള്ളൂ. അപ്പം പേടിക്കേണ്ട കാര്യമില്ല. സെർവിക്സിൽ സ്റ്റിച്ച് ഇടണമെന്ന് പറയണ അമ്മമാരുടെ അടുത്താണ്. പേടിക്കേണ്ട, ധൈര്യമായിട്ട് പോയിക്കോളൂ. ഒരു കുഴപ്പമില്ല, ഞാൻ ഗ്യാരണ്ടി.